ഒരു തിങ്കളാഴ്ചയുടെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വാതിലൊക്കെ തുറന്ന് വെളിയിൽ വന്ന് നോക്കുമ്പോൾ നല്ല തണുപ്പുണ്ട് കേട്ടോ, മഞ്ഞും ഉണ്ട്. നിങ്ങളുടെ ഭാഗത്തൊക്കെ തണുപ്പുണ്ടോ? അപ്പോൾ ഞാൻ എന്നിട്ട് അത് അടുക്കളയിൽ വന്ന് ചോറിനുള്ള വെള്ളമൊക്കെ വെക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ പുറത്ത് ഈ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഒന്ന് തിളയ്ക്കും. അതിനുള്ള കുട്ടുപൂച്ച എന്തൊക്കെയോ വികൃതി കാണിക്കുന്നുണ്ട് ആ വണ്ടിയിൽ. പിന്നെ വെള്ളമൊക്കെ തെളിച്ച് കോലിടുകയാണ്. എൻ്റെ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യണം, ലൈക്കും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യണം. പിന്നെ ഗണപതി ഭഗവാനെയൊക്കെ ഞാൻ പിടിച്ചു വെച്ചു. പിന്നെ നേരെ അടുക്കളയിൽ വന്ന് ചോറിലും വെള്ളമൊക്കെ നന്നായി തിളച്ചിട്ടുണ്ട്. അരിയൊക്കെ കഴുകിയിടുക, പിന്നെ വന്ന് വിളക്ക് തെളിയിക്കുക. ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ചോറ് പാകമാവും, നല്ലപോലെ തിളയ്ക്കും. അപ്പോൾ നമുക്ക് തെർമൽ കുക്കറിൽ ഇറക്കി വെക്കാൻ പാകത്തിന് കിട്ടും. പിന്നെ ഇതാ ഒന്ന് പ്രാർത്ഥിച്ച് കുറിയൊക്കെ തൊട്ട് അടുക്കളയിൽ വന്ന് ഇതാ ചോറ് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കത് ഇറക്കി വെക്കാം. പിന്നെ ചായ വെക്കാം കേട്ടോ. ഞാൻ ചായ വെക്കുന്ന ക്ലിപ്സ് വേറെ ഒന്നും എടുത്തില്ല. അപ്പോൾ ചായ വെക്കാം. പിന്നെ ഇന്നലെ കുറച്ച് ബിരിയാണി ഉണ്ടായിരുന്നു, ഞാനത് ആവി കയറ്റി കൊടുക്കണം. കുട്ടികൾക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് രാവിലെ തന്നെ ആവി കയറ്റാൻ വെച്ചു. പിന്നെ ഇന്നേക്ക് ഉച്ചയ്ക്ക് ചെറുപയർ കറിയാണ് വെക്കുന്നത്. ചെറുപയർ കഴുകി നമുക്കതിൽ പച്ചമുളകും തക്കാളിയും ഇട്ട് നന്നായി വേവിക്കാൻ വെക്കാം. അതിൻ്റെ ഇടയിൽ അച്ചു വാട്ടർ ബോട്ടിൽ വെള്ളമൊക്കെ നിറയ്ക്കുന്നുണ്ട്. നമുക്ക് ചെറുപയർ കറിക്ക് സബോളയും പച്ചമുളകൊക്കെ നല്ലപോലെ അരിഞ്ഞെടുക്കാം. ചെറുതായി അരിയണം കേട്ടോ. എന്നിട്ട് നല്ല ഇങ്ങനെ വഴട്ടി ഒരു എന്താ പറയുക, ഒരു ബ്രൗണിഷ് കളറാവണം. അപ്പോഴേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ഞാൻ ചെറുപയർ ഒന്നും കൂടി ഉടച്ചെടുക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒഴിക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്ക് തിളപ്പിക്കാൻ വെക്കാം. ഒന്ന് അടച്ച് തിളപ്പിക്കാൻ വെക്കുക. ഒരു 2 സെക്കൻഡ് തിളച്ചാൽ മതി കേട്ടോ, അപ്പോഴത്തേക്കാവും. പിന്നെ ഇന്നേക്ക് ദോശയും ചട്നിയാണ് എനിക്കും അമ്മയ്ക്കും ഉള്ളത്. ഞാൻ അതിനുള്ള തേങ്ങയൊക്കെ ചിരവാണ്. ചോറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്, നമുക്കത് വാർത്തെടുക്കാം. നല്ലപോലെ തിളച്ച് ഇങ്ങനെ നല്ല ടേസ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ ചെറുപയർ കറി. പിന്നെ ചട്നിക്കുള്ളതൊക്കെ നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങ് വറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിയാണ്. അതിന് വേണ്ടിയിട്ട് വറക്കാൻ വേണ്ടി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി നല്ലപോലെ ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക. ഒരു പൊട്ട് വെള്ളം പോലും ചേർത്തരുത്. അടച്ച് വയ്ക്കുമ്പോൾ അതിൽ തന്നെ വെള്ളം ഇങ്ങനെ ഊർന്ന് വരുവേ. അപ്പോഴേക്കും കുറച്ച് പാത്രമുള്ളതൊക്കെ ഞാൻ കഴുകിയെടുക്കുകയാണ്. പിന്നെ മോൻ്റെ അടുത്ത് ഞാൻ വെള്ളം മുകളിൽ കയറിയിട്ടുണ്ടോ എന്നൊന്ന് പോയി നോക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ അവൻ നോക്കാൻ പോവാണ്. പിന്നെ അബി അച്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അവർ പോകാനുള്ള തിരക്കായി കേട്ടോ. പിന്നെ അച്ചുതാ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ആ ബോൾ തട്ടുകയാണ്, അതിൻ്റെ ഇടയ്ക്ക് ആ ബോൾ തട്ടുകയാണ് അവൻ. അച്ചു പോയി. പിന്നെ അബിയെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിടാൻ പോവാണ്. അവൻ അവിടെ നിന്ന് ബസ് കയറി പോകും. പിന്നെ പോയിട്ട് വരുമ്പോഴേക്കും എനിക്ക് നല്ല വിശപ്പായി. ഇതെല്ലാം കഴിഞ്ഞ് നല്ല വിശപ്പായി. ഞാൻ വന്ന് ദോശയൊക്കെ ചൂടുകയാണ്. ഇതിൻ്റെ ഇടയിൽ വേറെയും പണികളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ, അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ.